ഗാങ് റേപ്പ് അതവർ വളരെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കാൻ എന്നുള്ള മട്ടിലാണ്. എന്തൊരു പ്രയോഗമാണിത്! അദ്ദേഹത്തിന് മക്കളില്ലേ, പെൺകുട്ടികളില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ പെൺകുട്ടികളില്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഒരു പ്രയോഗം വന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ പങ്കെടുത്ത പെൺകുട്ടികൾ ഈ രൂപത്തിൽ ഈ അതിക്രമത്തിൽ നിന്ന് ഏറ്റവും വേഴ്സായ, ഏറ്റവും ഭീകരമായ ഒരു അതിക്രമമാണ് റേപ്പ്. ഞാൻ ഇന്നലെ രാത്രി ഇത് വായിച്ചു. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് കാലമായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഈ വിദ്വേഷം ജനിപ്പിക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒട്ടനവധി പ്രസംഗങ്ങൾ, അതുപോലെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് RSSൻ്റെയും BJPയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും നേതാക്കൾ മറ്റുള്ളവരിൽ അങ്ങേയറ്റം വിഷമവും ഒപ്പം അവരുടെ ഭാഗത്ത് അവർക്കെതിരെ വെറുപ്പുമുണ്ടാക്കുന്ന ചില പ്രത്യേക മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മറ്റുള്ളവർ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ചും ഹിന്ദുത്വ എന്ന് പറയുന്ന ഈ RSS വർഗീയത മുറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ കുറേയേറെ വിദ്വേഷം ഉണ്ടാക്കാനിടയാക്കുന്ന പ്രസംഗങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് മന്ത്രിമാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വളരെ കുറവാണത്. പ്രത്യേകിച്ചും ഒരു വർഗീയ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുക, RSSൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുക, അങ്ങനെയുള്ളവർ പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന വാക്കുകളാണ്. അവരുടെ ഭാഗത്ത് പോലും പല BJP നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ RSS നേതാക്കന്മാരുടെയോ ഭാഗത്ത് നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എത്രയോ നേതാക്കന്മാരെ എനിക്കറിയാം BJPയുടെ. പക്ഷെ അവരിൽ നിന്നും ഒന്നും ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ ഈ ശ്രീ TG മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം RSSൻ്റെ പ്രവർത്തകനാണ്, നേതാവാണ്. അദ്ദേഹം മീഡിയകളിൽ വന്ന് സംസാരിക്കുന്നു, ഇതൊക്കെയുണ്ട്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങേയറ്റം സംസ്കാരശൂന്യമാണ്. സംസ്കാരത്തിന്, ഭാരതീയ സംസ്കാരത്തിന്, കേരളീയ സംസ്കാരത്തിന്, മലയാളികളുടെ സംസ്കാരത്തിന് ഒട്ടും യോജിക്കാത്ത വിധത്തിലുള്ള ഭാഷയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ ജന്തർ മന്ദിറിൽ 35 ദിവസത്തിലേറെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ യുവാക്കളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെയും അവകാശത്തെ മുൻനിർത്തി, ആവശ്യത്തെ മുൻനിർത്തി നടത്തിയിട്ടുള്ള ആ പോരാട്ടം ഒരു സംഘടിത പോരാട്ടമായിട്ടല്ല നമ്മൾ കണ്ടത്. അസംഘടിതമായിട്ടുള്ള രീതിയിൽ നിരവധി ആളുകൾ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും കുട്ടികൾ വന്നു ചേർന്ന് ന്യായമായ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മസമരമായിട്ടാണ് എല്ലാവരും അതിനെ കണ്ടത്, സാംസ്കാരിക നായകന്മാരും കണ്ടത്. പക്ഷേ ആ സമരത്തിൽ പങ്കെടുത്തവരെ വെടിവെച്ച് കൊല്ലണം, നമ്മുടെ കുട്ടികളെക്കുറിച്ചാണ് പറയുന്നത്, കുട്ടികളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിലുള്ള പ്രയോഗം ഇപ്പോൾ നമ്മൾ ചില സ്റ്റേറ്റുകളിൽ കണ്ടു. അത് AK-47 തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്ന ചിത്രവും കണ്ടു. അത് പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ളതാണോ രാജ്യം ഭരിക്കുന്നവരുടെ ലക്ഷ്യം? അങ്ങനെയാണോ സമരത്തെ ഇതിനു മുൻപ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നേരിട്ടത്? അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇത് രാജ്യം മുഴുവൻ പ്രതിഷേധിക്കേണ്ടുന്ന രീതിയിലുള്ള ഏറ്റവും അപലപനീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന RSS നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും പ്രതിഷേധിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതിനേക്കാളും വൾഗറായിട്ടുള്ള, അതിനേക്കാളും മ്ലേച്ഛമായിട്ടുള്ള, ഇനി അതിന് വേണ്ടി എന്ത് പദമാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രമാത്രം അധമമായ രീതിയിൽ പെൺകുട്ടികളെ കാണുന്ന ഒരു മനോഭാവം, ഇത് മനുസ്മൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ചില സംസ്കാരത്തിൻ്റെയോ ആശയത്തിൻ്റെയോ ഭാഗമായിട്ടാണോ അദ്ദേഹം ഈ രൂപത്തിൽ പ്രതികരിച്ചത്? ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ, ആ പെൺകുട്ടികളുടെ ചുറുചുറുക്കും ഊർജ്ജസ്വലതയും അവരുടെ മുദ്രാവാക്യവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുകയാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള നമ്മുടെ ഒരു പെൺകുട്ടി ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ പോലീസ്
അകാരണമായിട്ട് ലാത്തി കൊണ്ട് അടിച്ച് മർദ്ദിക്കുന്ന സമയത്ത് ആ പോലീസുകാരനെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, പോലീസുകാരനെ അങ്ങോട്ട് തള്ളി മാറ്റുകയാണ്, കുട്ടിയെ അടിക്കരുതെന്ന് പറഞ്ഞിട്ട്, മറ്റേ പെൺകുട്ടിയെ അടിക്കരുതെന്ന് പറഞ്ഞിട്ട്. ആ പെൺകുട്ടി നമ്മുടെ ഈ സമരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പെൺകുട്ടിയാണ്. അവരെ സസ്പെൻഡ് ചെയ്തു ആ പെൺകുട്ടിയെ എന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ വിളിച്ചു. ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് ഫാൽമ ചൗഹാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയും ചെയ്തു. എന്താ പറഞ്ഞത്? അവിടെ പങ്കെടുത്ത പെൺകുട്ടികൾക്ക് ഗാങ് റേപ്പ് അതവർ വളരെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കാൻ എന്നുള്ള മട്ടിലാണ്. എന്തൊരു പ്രയോഗമാണിത്! അദ്ദേഹത്തിന് മക്കളില്ലേ, പെൺകുട്ടികളില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ പെൺകുട്ടികളില്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഒരു പ്രയോഗം വന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ പങ്കെടുത്ത പെൺകുട്ടികൾ ഈ രൂപത്തിൽ ഈ അതിക്രമത്തിൽ നിന്ന് ഏറ്റവും വേഴ്സായ ഏറ്റവും ഭീകരമായ ഒരു അതിക്രമമാണ് റേപ്പ്. ലോകത്തൊരു സ്ത്രീയും അംഗീകരിക്കുന്ന ഒന്നല്ല റേപ്പ്. ആ റേപ്പ് എന്ന് പറയുന്ന ബലാത്സംഗം, കൂട്ടബലാത്സംഗം ചെയ്യാൻ ഇഷ്ടപ്പെട്ട് അതിന് വിധേയമാകാൻ വേണ്ടി വന്നവരാണെന്നുള്ള വ്യാഖ്യാനത്തോടു കൂടി ഈ രൂപത്തിലുള്ള ഒരു പ്രയോഗം ഈ RSS നേതാവ് TG മോഹൻദാസ് പ്രയോഗിച്ചു. അതിനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഞങ്ങളുടെ സംഘടന സുജാത സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് നേതൃത്വം ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇത് യഥാർത്ഥത്തിൽ എന്നിട്ട് ഈ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഒരു ക്ഷമ പോലും ചോദിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ഭീകരത എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കുകയാണ്.